ട്രീ ടോക്കിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കേരളത്തിൽ പഞ്ചായത്ത് ഇലക്ഷൻ പ്രഖ്യാപിച്ച വിവരം നമ്മളൊക്കെ അറിഞ്ഞു കാണും. അപ്പോൾ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ യുവാക്കളിൽ അല്ലെങ്കിൽ യുവതികളിലൊക്കെ ഉണ്ടാകുന്ന ഒന്ന് രണ്ട് സംശയങ്ങളാണ് നമ്മളിന്ന് ചർച്ചയ്ക്കെടുക്കുന്നത്. അപ്പോൾ ആദ്യം പഞ്ചായത്ത് ഇലക്ഷനെ കുറിച്ചിട്ട് പറയുമ്പം നാട്ടിലുള്ള ഒരുപാട് ആളുകൾക്ക് നമ്മൾ നേരിട്ടറിയുന്ന ഒരുപാട് സ്ഥാനാർത്ഥികൾക്ക്, വ്യക്തികൾക്ക് കാൻഡിഡേറ്റ് ആവാൻ അവസരം, മത്സരിക്കാൻ അവസരം, വിജയിക്കാൻ അവസരമൊക്കെ വരുന്നൊരു ഇലക്ഷനാണ്. അത് ചിലപ്പോൾ നമ്മളെ ബന്ധുക്കളോ നമ്മളെ അയൽവാസികളൊക്കെ തന്നെയാണ് കാൻഡിഡേറ്റൊക്കെ ആയിട്ട് വരിക. അപ്പോൾ ഇതിൽ നമ്മൾ ഇലക്ഷൻ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്ന സമയത്ത് പല പാർട്ടികളെയും മുന്നിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് യുവാക്കൾക്ക് അവസരം കൊടുക്കണോ അതോ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കുറച്ചൊക്കെ പ്രായമായിട്ടുള്ള ആളുകൾക്ക് അവസരം കൊടുക്കണം എന്നുള്ളത്. നിങ്ങളുടെ ഒരു ഈ യുവത്വത്തിൻ്റെ ഒരു ബേസിൽ നിന്നുകൊണ്ട് ആ ഒരു ചോദ്യത്തിന് ആ ഒരു വിഷയത്തെ എങ്ങനെയാണ് നിങ്ങൾ നോക്കിക്കാണുന്നത്? തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ യുവാക്കളാണോ വയോധികരാണോ എന്നൊരു ചോദ്യം, അല്ലെങ്കിൽ ആരാണ് മുന്നോട്ട് വരേണ്ടത് എന്നൊരു ഒപ്പീനിയനിൽ അല്ലെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യനിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ അതിനോട് യോജിക്കുന്നത് യുവാക്കളാണ്. കാരണം ഇന്നത്തെ തലമുറ ഏറ്റവും കൂടുതൽ അറിയുന്നത്, ഇന്നത്തെ തലമുറയിലൂടെ പ്രശ്നങ്ങളൊക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് യുവതലമുറയാണ്. അപ്പോൾ തീർത്തും ഇന്നത്തെ ഒരു ഡിജിറ്റൽ വേൾഡ് അല്ലെങ്കിൽ ലോകം എന്ന് പറയുന്നത് ദ്രുതഗതിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആയിക്കോട്ടെ, അതുപോലെ ഗ്ലോബൽ ട്രൈഡൊക്കെ എല്ലാം ഒരുമിച്ച് ചേർന്ന ഒരു സംഗ്രഹിച്ചുകൊണ്ടാണ് ലോകത്തിൻ്റെ ഒരു മുന്നോട്ട് പോക്കൽ, ഈ കുതിപ്പ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ ഒരു കാര്യങ്ങളൊക്കെ തന്നെ കൂടുതൽ കൈകാര്യം ചെയ്യാൻ ഏറ്റവും കൂടുതൽ യുവാക്കളായിരിക്കാം. കാരണം ഇന്നത്തെ തലമുറക്ക് എന്തൊരു കാര്യം അല്ലെങ്കിൽ ഏതൊരു കേസ് ഡീൽ ചെയ്യുന്നതിലും പേടി കാണുന്നില്ല. അവർ ഏതൊരു കാര്യത്തിലും നയിക്കാനാണ് കൂടുതൽ ആഗ്രഹിക്കുന്നത്. ഭയത്താൽ പിന്മാറുന്നതിനേക്കാളും ഏതൊരു സിറ്റുവേഷനെയും കൈകാര്യം ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരും താല്പര്യപ്പെടുന്നവരുമാണ് ഇന്നത്തെ യുവാക്കൾ എന്ന് പറയുന്നത്. അപ്പോൾ തീർത്തും ഈ ഒരു ഇലക്ഷനിൽ അവർ മുന്നോട്ട് വരികയാണെന്ന് വയോധികരാവട്ടെ യുവാക്കളാവട്ടെ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കാൻഡിഡേറ്റ്സ് എന്ന രീതിയിൽ മുന്നോട്ട് വരുമ്പോൾ തീർത്തും ഏജിൻ്റെ ഡിഫറൻസിലല്ല നമ്മൾ വിലയിരുത്തേണ്ടത് എന്നിരുന്നെങ്കിൽ പോലും ഈ ഒരു ലോകത്തെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ കഴിയുന്നത് യുവാക്കളാണ് എന്നതിനാലാണ് ഞാൻ കൂടുതൽ ഇതിനോട് യോജിക്കുന്നത്. കാരണം യുവാക്കൾ എന്ന് പറയുമ്പോൾ നവോത്ഥാനത്തിനാണെങ്കിലും നവീകരണത്തിനാണെങ്കിലും ഇന്ന് ഏറ്റവും കൂടുതൽ ബെറ്റർ ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർത്തും ഞാൻ യുവാക്കളോട് യോജിക്കുന്നു. പിന്നെ അതുപോലെ സോഷ്യൽ റിയാലിറ്റി അനുഭവിക്കുന്നവർ തീർത്തും യുവാക്കളാണ്. കാരണം ഇന്ന് കൂടുതൽ അൺഎംപ്ലോയ്മെൻറ്റ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. കാരണം പഠിച്ചിട്ട് പോലും അല്ലെങ്കിൽ ഹൈ എഡ്യൂക്കേഷൻ എക്സ്പെൻസ് അങ്ങനെ എല്ലാം കൂടുതൽ നേരിടുന്ന യുവാക്കൾക്ക് ആ പ്രശ്നങ്ങൾ ഡീൽ ചെയ്യാനുള്ള ഒരു കഴിവ് അല്ലെങ്കിൽ അതിനുള്ള എബിലിറ്റി കൂടുതലായിരിക്കും എന്ന് തീർത്തും ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. സോ ഞാൻ ഏറ്റവും കൂടുതൽ യോജിക്കുന്നത് അതുപോലെ യുവാക്കളോടാണ്. എന്ന് കരുതി വയോധികരുടെ അംഗീകാരം അല്ലെങ്കിൽ അവർ വരുന്നതിന് ഞാൻ എതിർത്ത് സംസാരിക്കുകയല്ല. അവരുടെ ഇൻഫ്ലുവൻസ് എന്ത് ചെയ്യാം, നമുക്ക് ഇവർക്ക് യൂസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ ഒരു സ്വാധീനത്തെ ഉൾപ്പെടുത്തിക്കൊണ്ട് യുവതലമുറക്ക് അവസരം കൊടുത്തുകൊണ്ട് മുന്നോട്ട് വരുന്നതായിരിക്കും ഏറ്റവും നല്ലത് എന്നതിനോടാണ് ഞാൻ യോജിക്കുന്നത്. നമ്മുടെ രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് പഞ്ചായത്ത് ഇലക്ഷന് 50% സ്ത്രീ സംവരണം ഏർപ്പെടുത്തിയിട്ടുള്ളൊരു ഇലക്ഷനാണ്. അപ്പോൾ ഈ 50% സ്ത്രീ സംവരണം ഏർപ്പെടുത്തുന്നതിലൂടെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ത്രീ ശാക്തീകരണത്തിന് അത് എത്രത്തോളം സഹായകരമായിരിക്കും എന്നുള്ളതാണ് ഒരു വിമൻസ് കോളേജിലെ വിദ്യാർത്ഥി എന്നുള്ള രീതിയിൽ നോക്കിക്കാണുന്നത്. ഈ ഒരു പഞ്ചായത്ത് ഇലക്ഷനിലെ റിസർവേഷൻ, സ്ത്രീകൾക്ക് വേണ്ടിയുള്ള റിസർവേഷൻ വളരെ പ്രാധാന്യമുള്ളത് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്ത്രീകളുടെ കോൺട്രിബ്യൂഷൻ പൊളിറ്റിക്സിൽ വളരെ കുറവാണ്. ആൻഡ് ഇനി അഥവാ ഒരാൾ മെമ്പറോ അല്ലെങ്കിൽ പ്രസിഡൻറ്റോ ഒരു സ്ത്രീ ആയിക്കഴിഞ്ഞാൽ ഒരു പിൻ സീറ്റ് ഡ്രൈവിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടേമുണ്ട് അല്ലേ. അവരുടെ ഭർത്താവോ അച്ഛനോ ആയിരിക്കും ഭരിക്കുന്നത്, അവരെ മുൻനിർത്തിയിട്ട്. അവർക്ക് ഈ ഒരു ആഭ്യന്തര കാര്യങ്ങളിൽ ഒരു റോളും ഇല്ലാത്ത ആ ഒരു ഇലക്ഷന് വേണ്ടി മാത്രം അവർ ഉപയോഗിക്കുന്ന പോലെയുള്ള ഒരു ഇത് കണ്ടുവന്നിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് ആമസോൺ പ്രൈം വീഡിയോ 2020 ഇറക്കിയിട്ടുള്ള ഒരു ഹിന്ദി സീരീസ് ഉണ്ട്, പഞ്ചായത്ത് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ ഒരു കാര്യത്തിനെ കുറിച്ച് അതിൽ വിമർശിച്ചിട്ടുണ്ട്. അതിലെ പ്രസിഡൻറ്റ് മഞ്ജു ദേവി ആണെങ്കിലും അവിടുത്തെ കാര്യങ്ങളൊക്കെ ആ ഒരു ഉത്തർപ്രദേശിലെ ആ ഒരു ഗ്രാമത്തിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് അവരുടെ ഭർത്താവാണ്. അവരുടെ ഭർത്താവിനെയും അവിടെ പ്രധാൻ അല്ലെങ്കിൽ പ്രസിഡൻറ്റ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു റിസർവേഷൻ, സ്ത്രീകളുടെ റിസർവേഷൻ പഞ്ചായത്ത് ഇലക്ഷനിൽ വളരെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കാര്യം തന്നെയാണ്. ഇനിയും സീറ്റുകൾ കൂട്ടണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഇതോടുകൂടി ട്രീ ടോക്കിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ആഴ്ച മറ്റൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം.